നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഏതൊക്കെ വിധത്തിൽ അട്ടിമറിക്കാമോ ആ വിധത്തിലെല്ലാം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരാണ് CPM-കാരെന്ന് നമുക്കറിയാം. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലും കണ്ണൂരെ ചില സ്ഥലങ്ങളിലുമൊക്കെ അവരുടെ മാത്രം തെരഞ്ഞെടുപ്പ് ഏജന്റുകളും ബൂത്തിലിരിക്കാൻ ഏജന്റുകളുമൊക്കെ മറ്റാരെയും അവർ അതിന് സാധിക്കാനോ അല്ലെങ്കിൽ അവരെ ആരെയും അനുവദിക്കാറുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് തരത്തിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാവുന്ന CPM-ന്റെ രീതിയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പല രീതിയിലും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഹോം വോട്ടിംഗ് സമ്പ്രദായം കൂടി വന്നിരിക്കുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത് വലിയ ചർച്ചയായതാണ്. ഇപ്പോൾ വീണ്ടും ഈ ഹോം വോട്ടിംഗ് സമ്പ്രദായം ചർച്ചയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും ചില പ്രവണതകൾ ഇത്തരത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ചില പ്രവണതകൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിരുന്നു. BJP-യുടെ സീലിൻ്റെ രൂപത്തിൽ ഒരു സീലടിച്ച് മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്യുന്ന റിലീസുകളിൽ BJP-യുടെ സീലെടുത്തടിക്കുക, അതിൻ്റെ പേരിൽ അവിടെ നിന്നും പോയവരുടെ അല്ലെങ്കിൽ സസ്പെൻഷനിലായി പോയവരുടെ കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇപ്പോൾ ഹോം വോട്ടിംഗ് സമ്പ്രദായം അട്ടിമറിക്കാനുള്ള നീക്കം CPM നടത്തുന്നു എന്ന് വ്യക്തമാവുകയാണ്. അതിൽ ഹോം വോട്ടിംഗ് അട്ടിമറിക്കാൻ വേണ്ടിയാണ് CPM ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ ഒരു കത്ത് പുറത്തു വന്നിരിക്കുന്നു. ഈ കത്തിൽ പറയുന്നത്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സിന് മുകളിലുള്ളവർക്ക് അവരുടെ വീടുകളിൽ വോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഈ സംവിധാനം അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. അങ്ങനെ CPM ഇതിനെ അട്ടിമറിക്കാൻ സാധാരണഗതിയിൽ വീടുകളിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വോട്ട് രേഖപ്പെടുത്താനായി വരുമ്പോൾ അവിടെ ബ്രാഞ്ച് സെക്രട്ടറി, എല്ലാ ബ്രാഞ്ചിലെയും സെക്രട്ടറിമാർ അവിടെ ഉണ്ടാകണം എന്നതാണ് ഇപ്പോൾ പറയുന്നത്. നമുക്ക് നേരത്തെ അറിയാൻ പറ്റും ഏതൊക്കെ വീടുകളിലാണ് 85 വയസ്സിന് മുകളിലുള്ളവർ അവരുടെ ഹോം വോട്ടിംഗ് സമ്പ്രദായം. അതൊക്കെ സംബന്ധിച്ച് നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ ജോലി ചെയ്യുന്നതെല്ലാം ഇടതുപക്ഷക്കാരാണ്, 90% നമുക്കറിയാം. അപ്പോൾ അതിനെ അട്ടിമറിക്കാനുള്ള, ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ടുള്ള നീക്കം നടത്താനുള്ള കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ ഹോം വോട്ടിങ്ങിൻ്റെ രഹസ്യ സ്വഭാവം അട്ടിമറിക്കാനാണ് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നിയോജക മണ്ഡലം കമ്മിറ്റികൾക്ക് അയച്ച കത്ത്. ആ കത്ത് പുറത്തു വരികയാണ്. ഉദ്യോഗസ്ഥർ എത്തുന്ന സമയം മനസ്സിലാക്കി ബൂത്ത് സെക്രട്ടറിമാർ ഈ വീടുകളിൽ ക്യാമ്പ് ചെയ്യണം. ഒരു വോട്ട് പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നതാണ് കത്തിലെ ഉള്ളടക്കം. അതായത് 85 വയസ്സിന് മുകളിലുള്ള പൗരന്മാരെ സ്വാധീനിച്ച് അവരുടെ വോട്ടുകളെല്ലാം ചെയ്യിപ്പിക്കണം എന്നാണ് ജില്ലാ സെക്രട്ടറി AR റഹീം കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വോട്ടിങ്ങിൻ്റെ രഹസ്യ സ്വഭാവത്തെയും അതുപോലെ സ്വാതന്ത്ര്യത്തിൻ്റെയും മേലുള്ള കടന്നുകയറ്റമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആരെങ്കിലും നല്ല ബുദ്ധിയുള്ള വീട്ടുകാരുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ വന്ന 65-85 വയസ്സുള്ള ആളുണ്ട്, ഇവിടെ വോട്ട് ചെയ്യാൻ ബൂത്ത് സെക്രട്ടറി വന്നാൽ അപ്പോൾ പുറത്ത് നിൽക്കാൻ പറയും. വോട്ട് ഞങ്ങളുടെ മൗലികാവകാശമാണ്, ഞങ്ങളത് രഹസ്യ സ്വഭാവത്തിൽ ചെയ്യുന്നതാണ്, മര്യാദയ്ക്ക് പുറത്തിരിക്കണം എന്ന് ബൂത്ത് സെക്രട്ടറിയോടോ അല്ലെങ്കിൽ ഇനി പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കം വന്നു കഴിഞ്ഞാൽ ആ വോട്ടിംഗ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കാണണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനോ വന്നാൽ പറയാനുള്ള മൗലികമായ അവകാശം നമുക്കുണ്ട്. അത് മനസ്സിലാക്കണം കേരളത്തിലെ ജനങ്ങളെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണഗതിയിൽ അത് പറയാറില്ല. പലപ്പോഴും ഈ നാട്ടുപ്രദേശമാണല്ലോ, ബൂത്തുകൾ കേന്ദ്രീകരിച്ചാവുമ്പോൾ പലപ്പോഴും പേടിയും പല ഘടകങ്ങളുണ്ട്, ഭീഷണിയും പേടിയും ഒറ്റപ്പെടലും പാർട്ടി ഗ്രാമങ്ങളിലെ പോലെ ഒറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടാകുമെന്ന് ഭയന്നിട്ടാകും പലപ്പോഴും പലരും പറയാത്തത്. ഇത് അറിയാത്തതല്ല, പക്ഷേ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഉടൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്ന് വോട്ട് ചെയ്യുന്നിടത്ത് കുത്തിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് റിപ്പോർട്ട് ചെയ്യുക. ഒരു പൗരൻ എന്ന രീതിയിൽ നമ്മുടെ അവകാശം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പിൻ്റെ രഹസ്യ സ്വഭാവത്തെ ഇല്ലാതാക്കി വോട്ടർമാരിൽ ഭീതിയും ഉത്കണ്ഠയും സൃഷ്ടിച്ച് വോട്ടുകൾ തങ്ങളുടെ വരുതിയിലാക്കാനുള്ള സ്വാതന്ത്ര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണ്. ഈ ശ്രമത്തിനെതിരെ BJP ഇപ്പോൾ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഹോം വോട്ടിങ്ങിനെ കുറിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ പ്രവർത്തകർക്കും വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നും, അങ്ങനെ ആരെങ്കിലും ഒരാൾ, അങ്ങനെ ഒരു ബൂത്ത് സെക്രട്ടറി മാത്രം നിൽക്കേണ്ട, എല്ലാ പാർട്ടിയുടെയും പ്രതിനിധികൾ അഥവാ അങ്ങനെ വരണമെങ്കിൽ ഇതിൻ്റെ സുതാര്യത കുറച്ചുകൂടി ഉറപ്പാക്കാൻ നല്ലത് എല്ലാ പാർട്ടിയുടെയും പ്രതിനിധികൾ വരിക എന്നുള്ളതാണ്. ഇനി ഈ വോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുപോയി എവിടെയാണ് വെക്കുന്നത്, എങ്ങനെയാണ്, അതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും പറയാനും ഒക്കെ ഉണ്ട്. അത് ചിന്തിക്കേണ്ട കാര്യവുമാണ്. അങ്ങനെയാണെങ്കിൽ ഹോം വോട്ടിംഗ് സമയത്ത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യം ഒന്നുകിൽ സാന്നിധ്യമേ നിരോധിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാ പാർട്ടിക്കാരുടെയും ആൾക്കാരെ വെക്കുക എന്നുള്ള ആവശ്യം കൂടി ജനങ്ങൾ മുന്നോട്ട് വെക്കേണ്ട സമയം കഴിഞ്ഞു. നിയമപ്രകാരം അനുവദനീയമായവരല്ലാതെ വോട്ടിംഗ് പ്രക്രിയയിൽ അനധികൃതമായ വ്യക്തികൾ ആരും ഇല്ലെന്ന് ഉറപ്പാക്കാൻ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുക. വോട്ടിങ്ങിൻ്റെ രഹസ്യ സ്വഭാവം അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആ രഹസ്യ സ്വഭാവം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ലംഘനം കണ്ടാൽ, അത് അനാവശ്യ സ്വാധീനമോ കണ്ടെത്തിയാൽ ഉചിതമായ നടപടി സ്വീകരിക്കുക തുടങ്ങിയവ BJP മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളാണ്. അവ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയിച്ചിട്ടുമുണ്ട്. സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് JR പത്മകുമാറാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും 85 വയസ്സിന് മുകളിലുള്ളവരുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യിപ്പിക്കാനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള ഉദ്യോഗസ്ഥരല്ലാതെ മറ്റൊരാളും
അത് ആരാണോ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ അവരല്ലാതെ മറ്റൊരാളും അവിടെ ഉണ്ടാകരുത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും ഏത് ബൂത്ത് സെക്രട്ടറിയോ ആര് വന്നാലും അപ്പം തന്നെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ഇവരെ പുറത്താക്കണം എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത്. അപ്പോൾ ജാഗ്രതയോടുകൂടി നിങ്ങളിരിക്കുക. എല്ലാ പാർട്ടിക്കാർക്കും ഒന്ന് നോക്കാനുള്ള അവസരമുണ്ടല്ലോ, ബൂത്ത് സെക്രട്ടറിക്ക് മാത്രമല്ലല്ലോ, കേരളത്തിലുള്ള മുഴുവൻ പേർക്കും അറിയാമല്ലോ. ഇപ്പോൾ നമ്മുടെ ഓരോ സ്ഥലത്തുമുള്ള പ്രവർത്തകർക്ക് അറിയാൻ സാധിക്കും ഏതൊക്കെ വീടുകളിലാണ് വോട്ടുള്ളത്. ആ സമയത്ത് ആ ബൂത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും ബൂത്ത് സെക്രട്ടറി വരുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് കരുതിയിരിക്കുക. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെയും അട്ടിമറിക്കണം CPM-ന്. കാരണം CPM-ന് ആകെയുള്ള കനൽ ഇവിടെയാണ്. അതുകൂടി കരിഞ്ഞു പോയാൽ അല്ലെങ്കിൽ അതുകൂടി ഇല്ലാതായി പോയാൽ തീർച്ചയായും അത് വലിയ പ്രതിസന്ധിയിലേക്ക് CPM-നെ നയിക്കും. അതുകൊണ്ട് CPM വളരെ കരുതലോടെയാണ് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയും ഏത് സഖ്യത്തിലൂടെ ആയാലും വെൽഫെയർ പാർട്ടിയോ അല്ലെങ്കിൽ SDP-യോ ആരുടെ വോട്ട് കിട്ടിയാലും ജയിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തിലൂന്നി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാനുള്ള നീക്കം ഉണ്ടാകുമെന്ന കാര്യത്തിന് സംശയമില്ല. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകണം, വോട്ട് രേഖപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത്.